ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി തന്നെ പിതൃദിനത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും എല്ലാ പിതാക്കന്മാർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ജൂൺ മാസത്തിലെ 3-ാം ഞായറാഴ്ച നമ്മൾ പിതൃദിനമായി കൊണ്ടാടുകയാണ്. മെയ് മാസത്തിലെ നമ്മൾ 2-ാം ഞായറാഴ്ച മാതൃദിനമായി കൊണ്ടാടി. ഇന്ന് നമ്മൾ പിതൃദിനം കൊണ്ടാടുകയാണ്. എല്ലാ പിതാക്കന്മാരും അല്ലെങ്കിൽ പിതാക്കന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവരും നമ്മുടെ കൃതജ്ഞതയും ആദരവും അർഹിക്കുന്നവരാണ്. നമുക്ക് അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും നന്നായി, ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് ദൈവപിതാവിൻ്റെ സ്നേഹവും സംരക്ഷണവും പരിപാലനയും തങ്ങളുടെ കുടുംബങ്ങൾക്കും ഏവർക്കും അനുഭൂതിമാക്കാനുള്ള കൃപ അവർക്ക് ഏകാനായിട്ട് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ ത്യാഗത്തിനും അവരുടെ സ്നേഹത്തിനും അവരുടെ പരിഗണനയ്ക്കുമെല്ലാം നമുക്ക് പ്രത്യേകമായിട്ടുള്ള കൃതജ്ഞത അർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 12-ാമത്തെ ഞായറാഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ആണ്ടുവട്ടത്തിലെ ആഴ്ചകൾ ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഈശോ തൻ്റെ അപ്പോസ്തലന്മാരെ അയക്കുന്ന ഒരു വിധത്തിൽ അപ്പോസ്തല പ്രഭാഷണമാണ് മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കർത്താവ് എടുത്തു പറയുന്ന 3 കാര്യങ്ങൾ 3 പ്രാവശ്യം എടുത്തു പറയുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു വിധത്തിൽ ഇന്നത്തെ വായനകൾ നമുക്ക് തരുന്ന സന്ദേശം അതാണ്. ഭയപ്പെടാതെ ജീവിക്കുക, ഭയപ്പെടാതെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക, ഭയപ്പെടാതെ ജീവിതത്തിലെ കടമകളൊക്കെ നാം നിറവേറ്റുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഭയം മനുഷ്യരുടെ ഹൃദയത്തിലുണ്ട്. നമുക്കറിയാം, യുദ്ധത്തിൻ്റെ ഭീഷണിയുടെ കാര്യമുണ്ട്, പിന്നെ ജീവിതത്തിലെ വ്യഗ്രതകളുണ്ട്, രോഗങ്ങളുണ്ട്, പലർക്കും സാമ്പത്തികമായ വിഷമതകളുണ്ട്, ബന്ധങ്ങളിലെ പ്രശ്നങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളുണ്ട്, പഠിത്തത്തിലെ വിഷമതകളുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ മുന്നേറുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അവയുടെ മുമ്പിൽ ഭയപ്പെടാതെ ധൈര്യത്തോടെ നിൽക്കുവാനും ജീവിതത്തിൽ ധീരതയോടെ മുന്നേറുവാനുള്ള ആഹ്വാനമാണ് നമുക്ക് ഇന്നത്തെ വായനകൾ തരിക. ഇന്നത്തെ 1-ാമത്തെ വായന ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ദൈവത്താൽ പ്രത്യേകമായി വിളിച്ച് അയക്കപ്പെട്ടവനാണ് ജെറമിയ പ്രവാചകൻ. ഒരു വിധത്തിൽ ഈ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ ഈശോയുടെ ജീവിതത്തോട് ഏറ്റവും സാമ്യമുള്ള ആൾ ജെറമിയാണ് എന്ന് പറയും. കാരണം ഈശോയെപ്പോലെ സഹിച്ച ആൾ, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ദൗത്യം നിറവേറ്റുമ്പോൾ ഒത്തിരി എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത്. ജനങ്ങളിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന് പോലും ഇങ്ങനെ എതിർപ്പുകളാണ്. മറ്റുള്ളവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു ഉള്ള കാര്യമാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് ഓർക്കുക. ആ രീതിയിലുള്ള ആ വിഷമതകളൊക്കെ എടുത്തു പറഞ്ഞിട്ട് ജെറമിയ പറയുന്നത് എന്താണെന്നറിയാവോ? എങ്കിലും ഞാൻ ഭയപ്പെടില്ല, കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ സംരക്ഷിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിന് കോട്ടയായി എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ധീരതയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയം വരാം, കാരണം പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളെ അതിജീവിക്കുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ശക്തി പ്രാപിച്ച് മുന്നേറുക. ഇപ്പോൾ നമുക്ക് പ്രശ്നങ്ങളെല്ലാം എടുത്തു മാറ്റുന്നൊരു ജീവിതമല്ല, പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും കൃപയുമാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് തരിക. ഇന്നത്തെ സങ്കീർത്തന ഒരു വിധത്തിൽ സങ്കീർത്തകനും പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പ്രത്യേകമായ
ആ സാന്നിധ്യവും സംരക്ഷണവും അനുഭൂതിമാക്കണമേ എന്ന സങ്കീർത്തകനോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത് 2 ജീവിത രീതിയെക്കുറിച്ചാണ്. ഒന്ന് ആദത്തിൻ്റെ ജീവിത രീതി, 2 ക്രിസ്തുവിൻ്റെ ജീവിത രീതി. ആദത്തിൻ്റെ ജീവിത രീതിയിലൂടെ മനുഷ്യവർഗത്തിലേക്ക് വിഷമതകൾ കടന്നു വന്നു, പാപം കടന്നു വന്നു, മരണം കടന്നു വന്നു. എന്നാൽ ക്രിസ്തുവിലൂടെയോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹം കടന്നു വന്നു, രക്ഷ കടന്നു വന്നു. നമ്മളൊക്കെ സ്വാഭാവികമായ രീതിയിൽ ആദത്തിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ കൃപയാൽ നിറഞ്ഞ് ക്രിസ്തുവിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷകരാകാൻ നമുക്കൊക്കെ സാധിക്കണം. ഇപ്പം നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുക. അങ്ങനെ അയക്കുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്നപോലെ ഞാൻ നിങ്ങളെ അയക്കുക. മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കാം, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാം. പക്ഷെ എന്തെല്ലാം വന്നാലും കർത്താവിൽ ധൈര്യപ്പെട്ടുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നന്നായി നിറവേറ്റി ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാവുക. അതാണ് പ്രിയപ്പെട്ടവരെ ഈശോ നമ്മളോട് പറയുന്നത്. ഭയപ്പെടേണ്ട. ഈശോ ആവർത്തിച്ച് പറയുക 3 പ്രാവശ്യം. നമുക്ക് ചില ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ഭയത്തിൽ നിന്ന് നമുക്ക് വിടുതലാകും. ഒന്നാമത് നമുക്കുണ്ടാകേണ്ട ബോധ്യം, നമ്മൾ ആരും ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മുടെ കൂടെ നമ്മെ സംരക്ഷിച്ച് പരിപാലിച്ച് കർത്താവുണ്ട് എന്നുള്ള ഒരു ബോധ്യം, ദൈവം കൂടെയുണ്ട് എന്നൊരു ബോധ്യം. ആ ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്, നമ്മളെ വിലമതിക്കുന്ന ദൈവമാണ്, കുരുവികളെ പോലും പരിഗണിക്കുന്ന ദൈവം എത്ര അധികമായി മനുഷ്യനെ പരിഗണിക്കും, പരിപാലിക്കും, വിലമതിക്കും എന്ന് ഈശോ എടുത്തു പറയുക. അതുമാത്രമല്ല, ഈശോ പറയുന്നൊരു കാര്യം എന്നറിയാവോ, നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു പറയും. അത്രമാത്രം നമ്മുടെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധ വയ്ക്കുന്ന നമ്മുടെ ദൈവമാണ്. അത്രയേറെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മളെ കൈവിടാതെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അവിടുത്തേതായ സമയമുണ്ട്, അവിടുത്തേതായ രീതിയുണ്ട്, തക്കതായ സമയത്ത് അവിടുന്ന് പ്രവർത്തിച്ചു കൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മളെന്താ ചെയ്യേണ്ടത്? കർത്താവ് നമുക്ക് തന്ന സന്ദേശം, നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കപ്പെട്ട ദൈവത്തിൻ്റെ സന്ദേശം പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കാതെ കർത്താവ് പറയുന്നത്. നമ്മുടെ വലിയ ദൗത്യം അതാണ്. നമ്മൾ ദൈവത്തിൽ ജീവിച്ചാൽ പോരാ, ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം പോരാ, ദൈവസ്നേഹം നുകർന്നാൽ മാത്രം പോരാ, ദൈവസന്ദേശം ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, ദൈവശക്തിയാൽ നിറഞ്ഞാൽ മാത്രം പോരാ. ദൈവശക്തിയാൽ നിറഞ്ഞ് പ്രിയപ്പെട്ടവരെ ദൈവസന്ദേശം പ്രഘോഷിച്ച് ദൈവത്തിൻ്റെ സ്നേഹവും അനുഗ്രഹവും ഏവർക്കും പകർന്നു കൊടുക്കുവാനുള്ള വലിയ കടമയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. ആ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ ബോധപ്പെടണം എപ്പോഴും. ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാളാണ്, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ആളാണ്, ക്രിസ്തുവിൽ നിന്ന് പാഠം പഠിക്കുന്ന ആളാണ്, ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തു ഏൽപ്പിച്ച ദൗത്യമുണ്ടല്ലോ, ആ ദൗത്യം നിറവേറ്റി ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ, ദൈവരാജ്യ പ്രവർത്തകരാകാൻ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാകാൻ നമുക്കൊക്കെ സാധിക്കണം. ധീരതയോടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിന് സാക്ഷ്യം വഹിക്കണം. നമ്മൾ കർത്താവിനെ ഏറ്റുപറഞ്ഞാൽ, മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ കർത്താവിനെ ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവ് നമ്മളെ ഏറ്റുപറയുന്ന കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. വാഗ്ദാനമാണ്, വലിയ വാഗ്ദാനമാണത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ പഠിച്ച് മുന്നേറുമ്പോൾ ഭയപ്പെടാതെ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് ധീരതയോടെ സുവിശേഷം പ്രഘോഷിച്ച് നമ്മളെ ദൈവം ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി ജീവിക്കുവാൻ, ആ രീതിയിൽ നമ്മളിലൂടെ ദൈവത്തെ സ്നേഹം എങ്ങും പരക്കുവാൻ, നമ്മളിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങും നിറവേറപ്പെടാൻ, നമ്മളിലൂടെ ഏവർക്കും ദൈവരാജ്യ അനുഭവം ഉണ്ടാകാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നയിക്കാനും
നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.